So next moment of inertia problem ആണ്. First the problem. Find the moment of inertia of this object. ഇത്രേ തന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ moment of inertia രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാൻ പോവാണ്. One is corresponding to the centroidal axis and the other is corresponding to the reference axis AB. Okay. So reference axis AB യുടെ സോൾവ് ചെയ്തതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് with respect to reference axis AB. So നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? IAB is equal to IG plus AH square. സോ റെഫറൻസ് ആക്സിസ് ഉള്ള കാരണം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് പാരലൽ ആക്സിസ് തിയറമാണ് യൂസ് ചെയ്യണത്. IG plus AH square. സോ ഫസ്റ്റ് തന്നെ ഇത് മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ആദ്യം പറയണത്. ഇതാണ് എൻ്റെ ഫിഗർ. അപ്പോൾ ഫിഗറിൽ എന്താ, രണ്ട് റെക്റ്റാങ്കിൾസ് ഉണ്ട്. ആ രണ്ട് റെക്റ്റാങ്കിൾസിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു 1 ഉം 2 ആയിട്ട്. ഓക്കെ, ഇപ്പോൾ 2 റെക്റ്റാങ്കിൾസ് ഉണ്ട്. ഇപ്പോൾ 2 റെക്റ്റാങ്കിൾസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ അതിൽ അപ്ലൈ ചെയ്യാണ്. IG plus AH square എന്ന് പറയുന്നത് രണ്ട് റെക്റ്റാങ്കിളിനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. സോ എൻ്റെ ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അതിലത്തെ IXX എന്ന് പറഞ്ഞാൽ BD cube by 12, ദാറ്റ് ഇസ് 9 into 2 cube by 12. ഓക്കെ, 9 into 2 cube by 12. അത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് എന്താണ്? പ്ലസ് AH സ്ക്വയർ. അപ്പോൾ ആദ്യം ഏരിയ എഴുതി, 9 into 2 എന്നുള്ള ഏരിയ എഴുതി. ഇനി H എന്ന് പറഞ്ഞാൽ എന്താണ്? H എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യണതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസും റെഫറൻസ് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് H. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ABയുടെ സെൻട്രോയിഡൽ ആക്സിസ് ഈ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യും. എൻ്റെ റെഫറൻസ് ആക്സിസ് ഓഫ് AB ആണ്. ഓക്കെ, സോ എനിക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്താ? ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അതാണ് 2/2. ഓക്കെ, സോ നമുക്ക് 2/2 കിട്ടി. ഇനി അടുത്ത സെക്കൻഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. സെക്കൻഡ് ട്രയാങ്കിളും BD cube by 12, ദാറ്റ് ഇസ് 3 into 6 cube divided by 12 എഴുതി. ഓക്കെ, പ്ലസ് ഏരിയ AH സ്ക്വയറിലത്തെ ഏരിയ 3 into 6 ഇൻറ്റു ഇനി H വേണം. ഓക്കെ, H കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ്, ആ സെൻട്രോയിഡ് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡും ഈ ബേസിലേക്കുള്ള AB എന്നുള്ള റെഫറൻസ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. 3 + 2 ചെയ്ത് എനിക്ക് AB വരയ്ക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതാണ് ഇവിടെ 3 + 2 ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റത്തെ കേസ് സോൾവ് ചെയ്യണത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടിയും പറയാം. IAB എന്ന് പറയണത് ഈക്വേഷൻ IG plus AH square. സോ IG എന്ന് പറഞ്ഞാൽ IXX BD cube by 12 പ്ലസ് ഏരിയ 9 into 2 ഇൻറ്റു H എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡും പിന്നെയുള്ള റെഫറൻസ് ആക്സിസ് തമ്മിൽ ഡിസ്റ്റൻസ്, അതാണ് 2/2 വന്നത്. അത് കഴിഞ്ഞിട്ട് പ്ലസ് സെക്കൻഡ് ഷേപ്പ് എടുത്തു. സെക്കൻഡ് ഷേപ്പിൻ്റെ IG, ദാറ്റ് ഇസ് BD cube by 12, ദാറ്റ് ഇസ് 3 into 6 cube by 12 പ്ലസ് ഏരിയ 3 into 6 ഇൻറ്റു H. എന്താണ്? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡും AB എന്നുള്ള റെഫറൻസ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് H. അതാണ് 3 + 2 എന്ന് വന്നത്. ഇങ്ങനെ ചെയ്താൽ വി വിൽ ഗെറ്റ് ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദി റെഫറൻസ് ആക്സിസ് AB. ഓക്കെ, ഇതാണ് എബൌട്ട് ദി റെഫറൻസ് ആക്സിസ് AB. ഇനി ഞാൻ സെക്കൻഡ് കേസ് എടുക്കുകയാണ്. സെക്കൻഡ് കേസ് ഞാൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കണ്ട കാര്യമില്ല. ഇതിന് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഷേപ്പിൻ്റെ സെൻട്രോയിഡ് എനിക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഈ ഇൻവേർട്ടഡ് T സെക്ഷൻ്റെ സെൻട്രോയിഡ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിൾ വരച്ചു. ടേബിളിൽ എന്താണ് നമ്മുടെ സെൻട്രോയിഡ് ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ AI XI by സിഗ്മ AI. സോ ഞാൻ ഓരോ ഷേപ്പ് കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ഏരിയ എഴുതണു, അതിൻ്റെ
സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എഴുതുന്നു. എബൌട്ട് ദി റെഫറൻസ് ആക്സിസ് എ ബി. ഞാൻ എ ബി എന്നുള്ള ഡിസ്റ്റൻസാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഏരിയ എഴുതി. ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ 9 × 2. ഇനി എക്സ് ബാർ എൻ്റെ റെഫറൻസ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കണ റെഫറൻസ് ആക്സിസ് ഇതാണ് എൻ്റെ റെഫറൻസ് ആക്സിസ്. ഓക്കെ, സോ ഞാൻ റെഫറൻസ് ആക്സിസ് ഞാനിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു ഷേപ്പ് സിമെട്രിക്കലായി കാരണം ഇതാണ് എൻ്റെ റെഫറൻസ് ആക്സിസ് ആയിട്ട് ഞാൻ എടുക്കണത്. ഓക്കെ, സോ ഞാൻ എൻ്റെ എക്സും വൈയും എഴുതാണ്. അപ്പോൾ ഈ സെൻറ്റർ എടുക്കണ കാരണം സിമെട്രിക്കലായി കാരണം എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, എക്സ് ബാർ 0 ആയിരിക്കും, ആകെ വൈ ബാറാണ് ഉണ്ടാവുക. സോ ഫസ്റ്റത്തെ കേസിലത്തെ വൈ എന്ന് പറയുന്നത് എ ബി ആണ് എൻ്റെ റെഫറൻസ് ആക്സിസ്. സോ ഫസ്റ്റത്തെ കേസ് 2/2 വരും. സെക്കൻഡ് റെക്റ്റാങ്കിളിൽ എന്താണ് 2 + 6/2 എന്ന് കിട്ടി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സ് ബാറും വൈ ബാറും കിട്ടും. എക്സ് ബാർ 0 ആണ്, വൈ ബാർ നമ്മൾ AI/YI/σAI ഇക്വേഷന് വൈ ബാർ കിട്ടി. അപ്പോൾ വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താ, എ ബി എന്നുള്ള ബേസിൽ നിന്ന് 3 ഇഞ്ച് മേലെയാണ് എൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് ലൈ ചെയ്യണത്. ഓക്കെ, സോ ഇതാണ് എൻ്റെ സെൻട്രോയിഡൽ ആക്സിസ്. ഇതാണ് സെൻട്രോയിഡൽ ആക്സിസ് വരുന്നത്. ഇനി എനിക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇതേപോലത്തെ തന്നെ നമ്മൾ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് IG + AH². സോ ഈ ടേബിൾ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, ഇറ്റ് ഈസ് ഓപ്ഷണൽ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ പോവാം. ഇപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു, IG + AH² ആണ്, റൈറ്റ്. സോ IG എന്ന് പറഞ്ഞാൽ എന്താ, IXX. സോ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ IXX എന്ന് പറഞ്ഞാൽ 9 × 2³ / 12, ദാറ്റ് ഈസ് BD³ + AH² ഞാൻ A എഴുതി 9 × 2. ഇനി ഇവിടെ H ആണ് വ്യത്യാസം വരുന്നത്. H എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, H എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യുന്ന ഷേപ്പിൻ്റെ സെൻട്രോയിഡും നമ്മുടെ റെഫറൻസ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് H. ഇപ്പോൾ ഇവിടെ ഞാൻ H വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് എൻലാർജ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റെഫറൻസ് ആക്സിസ്. ഞാൻ റെഫറൻസ് ആക്സിസിന് ഒരു കളർ കൊടുക്കട്ടെ. ഇതാണ് എൻ്റെ റെഫറൻസ് ആക്സിസ്. എനിക്കിനി ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന ആക്സിസാണ് ഇത്. സെൻറ്റർ കൂടെ പാസ് ചെയ്യണം. എൻ്റെ H എന്ന് പറഞ്ഞാൽ ഈ 2 ആക്സിസ് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസാണ് എൻ്റെ H. സോ അതെങ്ങനെ കണ്ടുപിടിക്കും, ഈ ടോട്ടൽ 3 നമ്മുടെ കയ്യിലുണ്ട്. എനിക്ക് വേണ്ടത് എന്താ, ഈ ഒരു പോർഷനാണ് എനിക്ക് വേണ്ടത്, റൈറ്റ്. സോ ഈ പോർഷൻ കിട്ടാൻ ഇത് മൈനസ് ചെയ്താൽ കിട്ടില്ലേ. സോ 3 - 2 ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ 3 - 2/2 ചെയ്താൽ എനിക്കിവിടെ ആൻസർ കിട്ടി 3 - 1. ഇനി രണ്ടാമത്തെ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു, ദാറ്റ് ഇസ് 3 × 6. അപ്പോൾ അതിൻ്റെ BD³/12 എഴുതുക. 3 × 6³ + ഏരിയ 3 × 6 വീണ്ടും എനിക്ക് വേണ്ടത് എന്താണ്, സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. പക്ഷേ സെൻട്രോയിഡും റെഫറൻസ് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് എൻ്റെ സെൻട്രോയിഡ്. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്യുമ്പോൾ ഇതാണ് വരിക. എനിക്ക് വേണ്ട ഡിസ്റ്റൻസ് ഈ പോർഷനാണ് എനിക്ക് വേണ്ട ഡിസ്റ്റൻസ്. ഓക്കെ, സോ അത് കിട്ടാൻ എന്ത് ചെയ്യണം, ടോട്ടൽ എടുക്കുക. ടോട്ടൽ എത്രയാണ് വരെ ഇവിടെ 3 + 2 ആണ് ഈ ഡിസ്റ്റൻസ് അല്ലേ, 6/2 + 2. ആ 3 + 2 ഈ 3 എന്നുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ എനിക്ക് ഈ ചെറിയ ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസിന് ഈ ഒരു ചെറിയ 3 എന്നുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ എനിക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അതാണ് 3 + 2 5 -
3 ചെയ്യണത്. ഓക്കെ, 5 - 3 അത് സോൾവ് ചെയ്താൽ എനിക്ക് ഐ എ ബി മീൻസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ദി സെൻട്രോയിഡൽ ആക്സസ് കിട്ടി. അപ്പോൾ ഈ കിട്ടിയ വാല്യൂ സെൻട്രോയിഡൽ ആക്സസും ഈ കിട്ടിയ വാല്യൂ എ ബി എന്നുള്ള റെഫറൻസ് ആക്സസും ആയിട്ടാണ്. ഓക്കെ, ഇനി ഇതേപോലത്തെ ഒരു പ്രോബ്ലമാണ് ഇവിടെ. ഇത് 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു എൽ സെക്ഷനാണ്. സോ ഇവിടെ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. സോ ആദ്യം തന്നെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ഓക്കെ, സെൻട്രോയിഡ് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് നമ്മുടെ ഇക്വേഷൻ ഐ എ ബി ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. അപ്പോൾ ഇതിൽ നമുക്ക് 2 ആക്സസിലും വേണം, ഐ എക്സ് എക്സും വേണം, ഐ വൈ വൈയും വേണം. അപ്പോൾ ഐ എക്സ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി ഐ ജി എക്സ് പ്ലസ് എ എച്ച് വൈ സ്ക്വയർ. ആൻഡ് ഐ വൈ വൈ എന്ന് പറയുമ്പോൾ ഐ ജി വൈ പ്ലസ് എ എച്ച് എക്സ് സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ ജി എക്സ് എന്ന് പറഞ്ഞാൽ ബി ഡി ക്യൂ ബൈ 12ഉം ഐ ജി വൈ എന്ന് പറയുമ്പോൾ ഡി ബി ക്യൂ ബൈ 12 ആണ് എടുക്കുക. അതുപോലെ ഇവിടെ എച്ച് എടുക്കണത് പറയാം. ഐ എക്സ് എക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ സെൻട്രോയിഡൽ ആക്സസ് ആണ്. ഐ എക്സ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സസിന് പാരലായിട്ട് പോണതാണ് വേണ്ടത്. സോ ഫസ്റ്റത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ എൻ്റെ റെഫറൻസ് ആക്സസ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, സെൻട്രോയിഡൽ ആക്സസ്. സോ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സെൻട്രോയിഡും ഈ എക്സ് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ എൻ്റെ എച്ച് വൈ. ഇനി അടുത്തത് സെക്കൻഡ് റെക്റ്റാങ്കിളുടെ സെൻട്രോയിഡ് മാർക്ക് ചെയ്യുക. ഈ സെൻട്രോയിഡും ഹോൾ റെഫറൻസ് ആക്സിസിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എച്ച് വൈ വരെ. ഓക്കെ, ഇനി ഇതേപോലെ ഇതാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് എച്ച് വൈ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വേണം. സോ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ഫസ്റ്റത്തേൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തേൻ്റെ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ എടുക്കുകയാണെങ്കിൽ ഈ സെൻറ്റർ കൂടെയാണ് പാസ് ചെയ്യുക. സോ ഈ ഒരു ഡിസ്റ്റൻസ് എച്ച് എക്സ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടിയിട്ട് സോൾവ് ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് മെത്തേഡ്. ഇനിയുള്ളത് ഏതാ? റെഫറൻസ് ആക്സിസ്. റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് ഈ 2 എഡ്ജ് തന്നിട്ടുണ്ട്. ഇവിടെ എക്സും ഇവിടെ വൈ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ റെഫറൻസ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഓരോന്നിൻ്റെയും ഇപ്പോൾ എക്സിൻ്റെ ആണ് ഞാൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഐ എക്സ് എക്സിൻ്റെ കേസാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ റെഫറൻസ് ആക്സിസ് ബോട്ടാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എൻ്റെ എച്ച് വൈ വരെ. അതുപോലെ സെക്കൻഡ് ഷേപ്പിൻ്റെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്. ഇനി വൈൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വൈൻ്റെ റെഫറൻസ് ആക്സിസ് ആണിത്. സോ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളായിട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസും സെക്കൻഡ് റെക്റ്റാങ്കിളായിട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസും ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ.